വേദനാജനകമായ ഒരു വാർത്തയാണ് ഇന്ന് പുലർച്ചെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് എത്തിയത്. വന്ദന ദാസ് എന്ന ഒരു വനിതാ ഡോക്ടർ, വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വനിതാ ഡോക്ടർ അതിദാരുണമായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. കൊലയാളിയായ സന്ദീപ് എന്ന് പറയുന്ന ഒരു അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റ് ചെയ്തിരിക്കുക മാത്രമല്ല ചെയ്തത്, ഇദ്ദേഹം വീട്ടിൽ അക്രമകാരിയായിരുന്നു. ഈ സന്ദീപ് എന്ന് പറയുന്ന അധ്യാപകൻ പൂയപ്പള്ളി സ്വദേശിയാണ്. അദ്ദേഹം ഡ്രഗ്സിൻ്റെ, അതായത് മയക്കുമരുന്നിൻ്റെ മാരകമായ ഉപയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മാനസിക നില ആകെ താളം തെറ്റി. ഒടുവിൽ വീട്ടുകാർ തന്നെ വിളിച്ചു പറഞ്ഞു, ഇവനെ സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര അതിക്രമമാണ് വീട്ടിൽ കാണിക്കുന്നത്, സോ നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പോലീസിനോട് അഭ്യർത്ഥിക്കുന്നു. പോലീസ് നേരെ ചെല്ലുന്നു, ഇയാളെ സന്ദീപിനെ അറസ്റ്റ് ചെയ്യുന്നു. നേരെ വൈദ്യപരിശോധനയ്ക്കായി അതിരാവിലെ തന്നെ ഡോക്ടറെ കാണിക്കാനായി എത്തിക്കുന്നു. 5:30 മണിയാണ് സമയം. ഡോക്ടറുടെ അടുക്കൽ എത്തിക്കുന്നു. ഡോക്ടർ വൈദ്യപരിശോധന നടത്തുന്നതിനിടയിൽ ഇയാൾ അക്രമകാരിയായി മാറുകയായിരുന്നു. അക്രമകാരിയായി മാറി അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറുടെ തന്നെ കത്രിക ഉപയോഗിച്ച് നേരെ ഡോക്ടറുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുകയാണ് ഉണ്ടായത്. ആലോചിച്ച് നോക്കുക, ഒരു ഡോക്ടർ രാവിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയ്ക്കായി അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്കായി എത്തിയിരിക്കുന്ന ഒരു ഡോക്ടർ ജോലി ചെയ്യുകയാണ്. അത് 23 വയസ്സ് മാത്രം പ്രായമുള്ള കോട്ടയം സ്വദേശിനിയായ പെൺകുട്ടി ഒരു അക്രമകാരിയുടെ കത്തിക്ക് ഇരയാകേണ്ടി വന്നു. ഗുരുതരമായി പരിക്കേറ്റു. അവിടെ ചികിത്സയില്ല, താലൂക്ക് ആശുപത്രിയാണ്. ഗുരുതരമായി പരിക്കേറ്റ നമ്മുടെ ഡോക്ടറെയുമായി തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുന്നു. നിരവധി ഡോക്ടർമാർ കൂട്ടം കൂടുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ തന്നെ ഈ ഡോക്ടർ മരിച്ചിരുന്നു എന്ന വേദനാജനകമായ ഒരു വാർത്ത പുറത്തേക്ക് എത്തുകയാണ് ചെയ്തത്. നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യകാലത്ത് കോവിഡ് സമയത്തൊക്കെ ആരോഗ്യ പ്രവർത്തകരെ ദൈവതുല്യരായി നമ്മൾ കാണുകയായിരുന്നു. മാലാഖമാർ എന്നായിരുന്നു നമ്മൾ നഴ്സന്മാരെ അപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നത്. ഇവരുടെയൊക്കെ ജീവൻ എന്ത് സുരക്ഷയാണ് നമ്മുടെ അധികാരികൾ കൊടുക്കുന്നത്? നമുക്കറിയാം, നമുക്ക് ലിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു നഴ്സ് നിപ്പ വന്നതിനെ തുടർന്ന് മരണപ്പെട്ടത് നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ ഇവർക്കൊക്കെ ജീവിതത്തിന് എന്ത് സുരക്ഷയാണ് കൊടുക്കാൻ കഴിയുന്നത്? ഇത് ഒരു ആക്രമിക്കപ്പെടുകയാണ് ചെയ്തത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശസ്തമായ ആശുപത്രിയിൽ ഡോക്ടറെ ഒരു പറ്റം ആൾക്കാർ കയ്യേറ്റം ചെയ്തു. ഇത് നമ്മുടെ സാംസ്കാരിക കേരളത്തിലെ ആരോഗ്യത്തിൽ 1-ാം നമ്പറായി നിൽക്കുന്ന നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ നിന്ന് കിട്ടുന്ന വാർത്തകളാണ് ഈ പറയുന്നത്. ഇതിനെ തുടർന്ന് ഡോക്ടർമാർ സമരത്തിലേക്ക് പോകുന്നു. വേതനം കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മുടെ നഴ്സുമാർക്ക് സമരം ചെയ്യേണ്ടി വരുന്നു. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ കേരളത്തിലെ പ്രധാന കാര്യങ്ങളാണ്. ഒരു വീടിൻ്റെ അത്താണി എന്നോ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ പ്രതീക്ഷയെന്നോ ഒക്കെ പറയാൻ കഴിയുന്ന ഒരു കുട്ടിയാണ് ഈ വന്ദനാദാസ് എന്ന് പറയുന്നത്. ഈ കുട്ടിയാണ്, ഈ വന്ദനാദാസ് എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അതിദാരുണമായി ഒരു നരാധമൻ എന്ന് വിളിക്കാൻ പറ്റും കൊല ചെയ്തു. നമുക്കറിയേണ്ട മറ്റൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. ഈ കൊല ചെയ്ത ഒരു അധ്യാപകനാണ്. ആ അധ്യാപകൻ മാരകമായ തോതിൽ മയക്കുമരുന്നോ അതുപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ മാനസിക നില തെറ്റിപ്പോകുന്നു. കേരളത്തിൽ യോദ്ധാവ് എന്നുള്ള പേരിൽ മയക്കുമരുന്ന് ലഹരി ഉപയോഗത്തെ തടയാൻ വേണ്ടിയിട്ട് യോദ്ധാവ് എന്ന പേരിൽ ഒരു പ്രത്യേക പദ്ധതി തയ്യാറാക്കി ഇതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നു. സ്കൂളുകൾ തോറും കയറിയിറങ്ങി ഇതിന് വേണ്ട ബോധവൽക്കരണ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ നടക്കുന്ന ഒരു സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു അധ്യാപകനാണ് ലഹരി ഉപയോഗത്തിന്റെ പേരിൽ വീട്ടിൽ അതിക്രമം കാണിക്കുകയും പോലീസ് പിടിയിലാകുകയും തുടർന്ന് ഒരു ആരോഗ്യ പ്രവർത്തകയായ യുവതിയായ യുവതി എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു പെൺകുട്ടിയായ ഒരു ഡോക്ടറെ കുത്തി കൊലപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചു പോയാണ്, നമ്മുടെ ഒരു ദുരന്ത നിവാരണ അതോറിറ്റിയിലുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 1 മാസത്തിന് മുൻപ്, നമ്മുടെ കേരളം ഇനി അങ്ങോട്ട് ഒരു പ്രവചനമായിട്ട് കാണാൻ പറ്റില്ല, കേരളം ഇനി അങ്ങോട്ട് നേരിടാൻ പോകുന്ന ചില പ്രതിസന്ധികളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ഒരു ഹൗസ് ബോട്ട് മറിഞ്ഞ് 10-ലധികം പേർ മരിക്കുമെന്നായിരുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം 22 പേരുടെ മരണത്തിനിരയാക്കിയ താനൂർ ബോട്ട് അപകടം അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കും മറ്റൊരു കാര്യം കൂടിയാണ് ഇനി ഈ പറഞ്ഞത്. നമ്മുടെ ആരോഗ്യ കേരളത്തിന്, നമ്മുടെ കേരളത്തിൻ്റെ, അദ്ദേഹം ഒരിക്കലും ഒരു ജ്യോതിഷ പണ്ഡിതനൊന്നും അല്ല ഇത്തരത്തിൽ പ്രവചനം നടത്താൻ. കാര്യം അദ്ദേഹം നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാമൂഹിക സാംസ്കാരിക അവസ്ഥ പഠിച്ചിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് പറയുന്നത്. ആ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത്. നമ്മുടെ കേരളത്തിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച്
ഒരു ഡോക്ടർ കൊല ചെയ്യപ്പെടും, ഒരു ആരോഗ്യ പ്രവർത്തക കൊല ചെയ്യപ്പെടും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് നോട്ടിൽ കുറിച്ചിരുന്നു. കൃത്യമായി അത് തന്നെ സംഭവിച്ചു. കേരളം ഇത് എങ്ങോട്ടാണ് എന്നുള്ള ഒരു ചോദ്യവും നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് വന്ന് വലിയ വായിൽ പറയുകയുണ്ടായി, ഇതിനൊരു അന്വേഷണം നടക്കും, പ്രതിക്ക് ശിക്ഷ കിട്ടും. ശിക്ഷ കിട്ടിയാൽ, ഒരു പ്രതിക്ക് ശിക്ഷ കിട്ടിയാൽ ഒരു മകൾ മാത്രമുള്ള ആ അച്ഛനും അമ്മയ്ക്കും ഏത് രീതിയിലാണ് നീതി ലഭിക്കുക? ഒരു പ്രതി ശിക്ഷിക്കപ്പെട്ടു എന്ന് കരുതി നീതി ലഭിച്ചോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. നീതി ലഭിച്ചു എന്ന് പറയും നമ്മൾ. പക്ഷേ അവർക്ക് നീതി ലഭിക്കുന്നില്ല. അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു നഷ്ടത്തിന് പകരം വയ്ക്കാനാകില്ല എന്നുള്ള സത്യം തിരിച്ചറിയണം. അത് നമ്മുടെ അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്നവർ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ കരിങ്കൊടി കാണിച്ച സമയത്ത് ചുറ്റിനും പോലീസുകാരെ അകമ്പടി നിർത്തിക്കൊണ്ട് കരിങ്കൊടി കാണിച്ചവരെ കരുതൽ തടങ്കലിലാക്കിയ മന്ത്രിമാരുടെ നാടാണിത്. അപ്പോൾ അങ്ങനെയുള്ള ഈ നാട്ടിൽ ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്ക്, മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ വിധിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ടവർക്ക് ജീവന് വിലയില്ലാതാകുന്ന അതിദാരുണമായ ഒരു കാഴ്ചയാണ് ഇന്ന് രാവിലെ പുലർച്ചെ നമ്മൾ കണ്ടത്. ഇതിന് ഉത്തരവാദികൾ നമ്മുടെ സർക്കാരും ഇവിടുത്തെ സംവിധാനങ്ങളും തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇവരുടെ കൃത്യവിലോപത്തിന്റെ മകുടോദാഹരണമാണിത്. ഇതുപോലെ വരുന്ന നിരവധി ആളുകൾ ഇനിയും ഇത്തരത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടും. ഇതുപോലെ ക്രൂരമായി, പൈശാചികമായി കൊല ചെയ്യപ്പെടും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ വരും കാലങ്ങളിൽ ഈ ആശുപത്രി വരാന്തകളിൽ, ആശുപത്രി മുറികളിൽ. അതുകൊണ്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇനിയെങ്കിലും കണ്ണു തുറന്ന് തന്നെ പ്രവർത്തിക്കണം. കരിങ്കൊടി കാട്ടുന്നവരെ പിടിച്ച് കരുതൽ തടങ്കലിലാക്കുകയും അതുകൊണ്ട് മാത്രം ഞാൻ മാത്രം രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ മേധാവിയുടെ അല്ലെങ്കിൽ ഒരു അധികാരിയുടെ പൊട്ടത്തരത്തിന്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്നത്. എവിടെ യോദ്ധാവെന്ന് പറയുന്ന നമ്മുടെ ലഹരി മരുന്നിന് വിരുദ്ധ പ്രചാരണം എവിടെ? അങ്ങനെയാണെങ്കിൽ ഈ അധ്യാപകൻ ഈ ലഹരി ഉപയോഗത്തിലൂടെ തകർന്ന് തരിപ്പണമായി മാനസിക നില തെറ്റി ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. നാളെ ഇത് വിധി എഴുതപ്പെടാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. അദ്ദേഹത്തിന്റെ മനോനിലയിൽ കാര്യമായ പ്രശ്നമുണ്ട് എന്നായിരിക്കും ഇത് വിധി എഴുതപ്പെടാൻ പോകുന്നത്. ഒരു ഭ്രാന്തന്റെ പ്രവൃത്തി എന്നുള്ള നിലയിൽ അതിന് എഴുതി തള്ളപ്പെടും. അപ്പോഴും നഷ്ടം ആ കുടുംബത്തിന് തന്നെയാണ്. നിങ്ങളൊന്ന് ഓർക്കുക, സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടെന്ന് പ്രവർത്തിക്കുക. മന്ത്രിമാർ അവരുടെ പണിയെടുത്താൽ പണിയെടുക്കണം. ഇവർക്ക് വേണ്ട സുരക്ഷിതത്വം ഉറപ്പാക്കണം. ഓരോ ജീവനും വളരെയധികം വിലപ്പെട്ടതാണ് എന്ന് നമ്മുടെ സംവിധാനങ്ങൾ മനസ്സിലാക്കണം എന്ന് അപേക്ഷിക്കുകയാണ്.